റോജയ, തിരഞ്ഞെടുപ്പിന് പിന്നാലെ CPM കേരളത്തിൽ കാണിക്കുന്ന ഒരു അസഹിഷ്ണുതയുണ്ട്. പ്രത്യേകിച്ചും പയ്യന്നൂർ നോക്കുകയാണെങ്കിൽ പാർട്ടിയുമായിട്ട് തെറ്റി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ്റെ ബോർഡ് എഴുതിയ മതിലുകൾ തകർക്കുക, അല്ലെങ്കിൽ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം വയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡ് കത്തിക്കുക, ഇത്രയും അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, CPM എല്ലാ കാലത്തും പിന്തുടർന്നു പോകുന്ന ഒരു രാഷ്ട്രീയ ശൈലി ഇതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തുപോയ ഒരാളോടുള്ള സമീപനം, 2 പേരോടോ അല്ലെങ്കിൽ 3 പേരോടോ ഒക്കെയുള്ള സമീപനമാണ് ഇതിനകത്ത് പ്രശ്നമാകുന്നത്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു കാലുമാറുന്ന ഒന്നും ഒരു പുതിയ കാര്യമൊന്നുമല്ല. എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ മാറിയാണ് ഇവിടെ ഭരിക്കുകയും ഇലക്ഷനിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. CPM ഇങ്ങനെ ഒരു കാര്യം അവകാശപ്പെടാനേ ഇല്ല. CPM കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസിൽ നിന്ന് വിട്ടു വന്നവരെ വെച്ചിട്ടാണ് പലപ്പോഴും ഇലക്ഷൻ മത്സരിച്ചത്. ഏറ്റവും ഒടുവിൽ നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ ഇന്നലെ തലേദിവസം വരെ കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന സരിനെ പിടിച്ചു നിർത്തിയാണെന്ന്. കോൺഗ്രസ്സുകാരും സരിനെ തല്ലാനോ കൊല്ലാനോ ഒന്നും പോയില്ല. അല്ലെങ്കിൽ സരിൻ റെപ്രസെന്റ് ചെയ്ത് പ്രതിദാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലിനും പോയിട്ടില്ല. പക്ഷെ CPM എന്ന് പറയുന്ന പാർട്ടി ഈ കാലങ്ങളിൽ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് എതിരാളികളെ തല്ലുക, കൊല്ലുക, ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണങ്ങളുണ്ട്. 2012 TP ചന്ദ്രശേഖരൻ പാർട്ടിയുമായി തെറ്റിയതിൻ്റെ പേരിൽ RMP എന്ന് പറയുന്ന റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വെട്ടിക്കൊന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിലായിട്ടാണ് CPMന്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി വിട്ട് കണ്ണൂരിൽ പോയത്. ഒന്ന് V കുഞ്ഞികൃഷ്ണനും ഒന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദനും. 2 പേർക്കും ദീർഘകാലത്തെ CPMന്റെ പാരമ്പര്യമൊക്കെ ഉള്ളത് തന്നെ. അവർ ഉയർത്തിയ ചില പ്രധാന പ്രശ്നങ്ങളുടെ പേരിലാണ് അവർ പാർട്ടി വിട്ടത്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അങ്കലാപ്പിലാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ തന്നെ CPMൽ വന്ന ഏതാണ്ട് 5 പേരോളമാണ് കോൺഗ്രസിന്റെ ടിക്കറ്റിൽ അല്ലെങ്കിൽ UDFന്റെ ടിക്കറ്റിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഇത് CPMനെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുഞ്ഞികൃഷ്ണനോടുള്ള എന്താണ് പാർട്ടിയുടെ വിരോധത്തിന് കാരണം? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ് ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് അത് അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് അയാൾ ഉയർത്തിയ പ്രധാന കാര്യം. അതിന് തെളിവുകൾ സഹിതമാണ് അദ്ദേഹം ഈ വാദങ്ങൾ ഉയർത്തിയത്. അതിൻ്റെ ഭാഗമായ ഒരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനൊന്നും CPMന് മറുപടിയില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം ഈ പുതിയൊരു സാഹചര്യത്തിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ TK ഗോവിന്ദനെയും V കുഞ്ഞികൃഷ്ണൻ തന്നെ പിന്നെ ശാരീരികമായി ഇല്ലായ്മ ചെയ്യുന്ന കഥ നമുക്ക് വായിക്കേണ്ടി വന്നേനമായിരുന്നേനെ. അപ്പോൾ അതിന് പറ്റാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ ആക്രമിക്കുക, അദ്ദേഹത്തിൻ്റെ ചുവരെഴുതിയ ഏതാണ്ട് ഒരു 15 മീറ്ററോളം നീളം വരുന്ന ഒരു മതിൽ അത് ഇടിച്ച് തകർത്തു. പിന്നെ CPM അനുഭാവികളായ പലരുടെയും വീടുകളിൽ, അതായത് കുഞ്ഞികൃഷ്ണൻ വോട്ട് ചെയ്തവരുടെ പലരുടെയും വീടുകളിൽ കയറി അവരുടെ സാധന സാമഗ്രികൾ നശിപ്പിക്കുക, ആ വീടിന് ബോംബ് എറിയുക, ഇതൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ആ പയ്യന്നൂരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു CPM നേതാവായ പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം DYFIയുടെ പ്രാദേശിക നേതാവായിരുന്നു, CPMന്റെയും പ്രാദേശിക നേതാവാണ്. വർഷങ്ങളായി CPMനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം കുഞ്ഞികൃഷ്ണനോട് ആഭിമുഖ്യം പുലർത്തുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ കല്ലെറിഞ്ഞ് ജലച്ചില്ലകൾ പൊളിച്ചു. അദ്ദേഹത്തിൻ്റെ കാറിന് തീയിട്ടു, ബൈക്കിന് തീയിട്ടു, ഇതെല്ലാം ചെയ്തു. നിങ്ങൾ ആലോചിക്കുക, എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് ഈ പാർട്ടി കൊടുക്കുന്നത്? ഇവർ വലിയ ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വാഴ്ത്തിപ്പാടൽ നടത്തും, പ്രതിപക്ഷ രാഷ്ട്രീയം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്, മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറയും. ഇതെല്ലാം പറയുകയും ചെയ്യുന്ന കാണിക്കുന്ന മുഴുവൻ അതിക്രമവും വൃത്തികേടുമാണ് കാണിക്കുന്ന ഈ പാർട്ടി ഇങ്ങനൊരു സംസ്കാരം, മാഫിയ സംസ്കാരം വളർത്തിയതിൻ്റെ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ബംഗാളിൽ 34 വർഷം ഭരിച്ച പാർട്ടിക്ക് ഇപ്പോൾ ഒരു കൊടി പൊക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലാണ് ആ പാർട്ടി അവിടെ നിൽക്കുന്നത്. സമാനമായ സ്ഥിതിയിലേക്കാണ് കേരളത്തിൽ കൊണ്ടുപോകുന്നത്. 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. നിങ്ങൾ ഉറച്ച കോട്ടയെന്ന് പറയുന്നതാണ് ഈ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ. ഈ അവിടെ എന്തെങ്കിലും ഒരു തട്ടുകേട് കിട്ടുമെന്നുള്ളൊരു അങ്കലാപ്പാണ് ഇത് മൊത്തം. ശ്രീത്തെ, അത് മാത്രമല്ല, ഈ കോട്ട എന്ന് പറയുന്നത് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാണ് പ്രതിപക്ഷ സ്വരത്തെ നിങ്ങൾ അവിടെ ഇല്ലാതാക്കുന്നത്. ഒരു കോൺഗ്രസ്സുകാരന് ഒരു കൊടി ഉയർത്താൻ പറ്റുന്നില്ല, അവനൊരു ചുവരെഴുതാൻ പറ്റുന്നില്ല, അവന് രാഷ്ട്രീയ പ്രവർത്തനം വൃത്തിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ട പല തെരഞ്ഞെടുപ്പുകളും യാന്തൂർ മുനിസിപ്പാലിറ്റിയിൽ എവിടെയാണ് 4 or 5 വാർഡുകളിലാണ് എതിരാളികളില്ലാതെ തെരഞ്ഞെടുപ്പ് നടന്നത്. അതെങ്ങനെയാണ് എതിരാളികളില്ലാതെ വരുന്നത്? നമ്മൾ 1952 മുതൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ എതിരാളികളില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് കോൺഗ്രസിന്
മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാലത്ത് പോലും എതിരാളികളില്ലാത്തൊരവസ്ഥയില്ലായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ആ ധാരാളം ആൾക്കാർ മത്സരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ മാത്രം മതി എന്ന് കരുതുന്നവരിടത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്വാസം മുട്ടിയിട്ടാണ് ഈ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ഒക്കെ പുറത്തു പോയത്. എന്നിട്ട് ഇവർ കാണിക്കുന്ന ഈ വൃത്തിയോട് ഇവിടെ കേരളത്തിൽ വലിയ സാംസ്കാരിക നായകന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഇവന്മാരും ഇതേക്കുറിച്ച് മിണ്ടുന്നില്ല. ഒരാളുടെ വസ്തുവകകൾ നശിപ്പിക്കുക, അതിനോട് പകവിട്ട് അവരുടെ ജീവൻ എടുക്കുക, ഇല്ലേ? എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാണ് ഇവർ ഈ രക്തസാക്ഷികളുടെ ഫണ്ട് പിരിക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? ഇവർക്ക് ഈ പാർട്ടി നേതാക്കന്മാരുടെ വൃത്തികേടുകൾ മറയ്ക്കുന്നതിന് വേണ്ടി അവരെ രക്തസാക്ഷികളാക്കിയിട്ട് നടത്തുന്ന വൃത്തികേടുകളാണ് ഒരു വശത്ത് നടക്കുന്നത്. മറുവശത്ത് അവരുടെ പേരിൽ ഫണ്ട് പിരിക്കുന്നു. ഇതൊന്നും ആരും ചോദിച്ചുകൂടാന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ച ഒരാളെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലായതുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണനെയും ടി കെ ഗോവിന്ദനെയും ഒരു പക്ഷെങ്കിൽ കൈകാര്യം ചെയ്യാതിരിക്കുന്നത്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ സംഭവിക്കുക. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പയ്യന്നൂരിലുള്ള 50 പ്രധാനപ്പെട്ട ആൾക്കാർക്ക്, അതായത് കുഞ്ഞികൃഷ്ണനോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പോലീസ് കരുതുന്ന അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ വീടിന് ചുറ്റും CCTV വെക്കണം. പിന്നെ ഈ പോലീസ് എന്തിനാണ്? പൗരന്റെ സ്വത്തും ജീവനും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പോലീസ് പറയുക നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റും CCTV വെക്കണം. അപ്പൊ അത് തന്നെ ഈ ക്രമസമാധാന തകർച്ചയുടെയും ഭരണത്തിന്റെ തകർച്ചയുടെയും ലക്ഷണമാണ്. ഇതേ കാലഘട്ടത്തിലാണ് ഇവിടെ എറണാകുളത്ത് കോൺഗ്രസ്സുകാർ ബൈ പിണറായി എന്നൊരു ഫ്ലക്സ് വെച്ചതിന് പേരിൽ അവരുടെ ഓഫീസ് അടിച്ചു തീർക്കുന്നു. അത് ഒരിക്കൽ വെച്ചു, കത്തിച്ചു, രണ്ടാമത് വെച്ചു, കത്തിച്ചു, അതിനുശേഷമാണ് ഈ ഓഫീസുകാർ പാർട്ടി ഓഫീസുകൾ തകർക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ആലോചിക്കണം. ഇത് മറ്റേ ഉത്തര കൊറിയയോ ചൈനയോ ഒന്നും അല്ലല്ലോ. ഇത് ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആർക്കും പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടേതായ സ്പേസ് ഉണ്ട്. ആ സ്പേസിനകത്ത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെ ഉപദ്രവിക്കുക, അവരുടെ സ്വത്തുക്കൾ നശിക്കുക, പാർട്ടി ഓഫീസുകൾ തല്ലിപ്പൊളിക്കുക, ഇതൊക്കെയാണ് CPM ചെയ്യുന്നത്. ഇതാണ് CPM പറയുന്നത് ജനാധിപത്യം എന്ന്. അവർ മാത്രം മതി, വേറെ ആരും വേണ്ട എന്നുള്ളതാണ്. ഈ വൃത്തികെട്ട ഒരു സംസ്കാരത്തിനെതിരായിട്ടുള്ള ജനവിധി കൂടിയാണിത്. അപ്പൊ CPM ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്നുള്ളത്. ഇവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ 2 ഉദാഹരണങ്ങളാണ് ബംഗാൾ, ത്രിപുര. ഈ 2 സംസ്ഥാനങ്ങളിൽ ദീർഘകാലം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിക്ക് അവിടെ ഒരു കുടിവെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. CPM എന്താണോ 34 വർഷം ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വൃത്തികേടുകളാണെന്ന് BJPയും തൃണമൂൽ കോൺഗ്രസും അവിടെ ഭരിക്കുന്നത്, അവിടെ ആവർത്തിക്കുന്നത്. CPMന് അവരുടെ ഒരു മെമ്പർ പോലും കഴിഞ്ഞ 2021 നിയമസഭയിലില്ല. ഇപ്പൊ പാർലമെന്റിന്റെ രാജ്യസഭയിൽ CPMന്റെ ബംഗാളിൽ നിന്ന് ഒരു അംഗം പോലും ഇല്ല. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം നടന്ന ജ്യോതി ബാസുവിന്റെ ചരമ അനുസ്മരണത്തിന് നിയമസഭയിൽ CPMനെ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. തൃണമൂലുകാരാണ് ജ്യോതി ബാസുവിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി മാഫിയ സ്വഭാവത്തോടുകൂടി വെച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയുടെ ദുരന്തം എന്ന് പറയുന്നത്. അതിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കണ്ണൂരിൽ ഇപ്പോൾ എന്താ CPM വട്ടം കൂടിയിരുന്ന ചർച്ച നടത്തുന്നത് എന്താണ്? എന്തുമാത്രം വോട്ട് ചോർന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. TK ഗോവിന്ദന്റെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് പാർട്ടിക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല. വലിയ തോതിൽ വോട്ട് ചോർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ആൾക്കാരുടെ മനസ്സിലിരിക്കുന്ന ഈ പാർട്ടിയോടുള്ള ദേഷ്യം വോട്ടായി മാറുമോ എന്നൊരു ഭയം വലിയ തോതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തളിപ്പറമ്പിൽ TK ഗോവിന്ദനും ഭാര്യയും കൂടെ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവരെ കൂവി ഓടിക്കുക. ഇതാണ് ഇവരുടെ ജനാധിപത്യം എന്നുള്ളത്. ഇതിനപ്പുറത്തേക്ക് വേറൊരു ജനാധിപത്യവും ഇല്ല. ഒന്നുകിൽ കായികമായി നേരിടുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ അതിന് കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം എന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ പരമാവധി തെറി വിളിക്കുക, അവരെ അപമാനിക്കുക, ആ ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ തന്നെ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം അവിടെ കഴിയുന്നത് തന്നെ. നമ്മൾ കണ്ടതല്ലേ, പിന്നെ വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയ ചെറുപ്പക്കാരായ 4 പേരെ ആണ് ഒരു കേസിന്റെ ഒരു തെളിവുമില്ലാതെ 14-15 ദിവസം ജയിലിലിട്ടത്. എന്നിട്ട് ഇപ്പൊ പോലും ഈ പോലീസ് വീണ ജോർജിന്റെ മൊഴി പോലും എടുത്തിട്ടില്ല ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ. എന്നിട്ടാണ് അതിൽപ്പെട്ട ഒരു കോൺഗ്രസ് KSUകാരൻ്റെ വീടിന് നേരെ ബോംബെറിയുകയൊക്കെ ചെയ്ത്. ഭാഗ്യത്തിന് ആ വീട്ടിൽ ആ ബോംബ് ചെന്ന് വീണ മുറിയിൽ ഭാഗ്യത്തിന് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ജീവാപായം സംഭവിച്ചില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ ഭരണത്തിന്റെ മറവിൽ ഈ പാർട്ടി ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ എന്ന് പറയുന്നത്. അല്ല, ഭരണത്തിന്റെ മറവിലായോണ്ട് ഇങ്ങനെ. അപ്പൊ ഭരണം ഇല്ല, പ്രതിപക്ഷത്തിരിക്കാണ്ടി വന്നാൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് വസ്തുവകൾ നശിപ്പിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, ഇതൊക്കെ CPM അവരുടെ ഒരു പാർട്ടി പരിപാടിയായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇനി എങ്ങാനും കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ പിറ്റേന്ന് മുതൽ കേരളത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കാരണം അത് മുന്നിൽ കാണേണ്ട ഒരു അവസ്ഥയാണ്. കാരണം പരമാവധി രാജ്യത്ത് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മറ്റുള്ള പൊതുരംഗത്തൊക്കെ തന്നെ അലമ്പുണ്ടാക്കാനുള്ള ഒരു പ്രവണതയായിരിക്കും. കാരണം 10 വർഷം ഭരണത്തിന്റെ തിന്നുകൊഴുത്തിരുന്ന ഒരു പാർട്ടി
ഭരണം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് പുറത്തിറങ്ങുമ്പോൾ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പോലീസിന്റെ നിഷ്ക്രിയാവസ്ഥയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത്. എവിടെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടക്കുന്ന സമയത്താണ് അതിനെതിരെ പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണ് മുഖ്യമന്ത്രി തന്നെ പറയുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം ഇത് ഇങ്ങനൊരു രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കാനാണ് ഈ പാർട്ടി എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇതിനകത്തുനിന്ന് കുറെ പേര് ഈ കപ്പൽ മുങ്ങുന്നു എന്നൊരവസ്ഥയിലെടുത്ത് യാത്രക്കാരും കപ്പൽ ജീവനക്കാരും പുറത്തു ചാടുന്നു പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതാണ് ഇപ്പോൾ CPM-ൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരായിട്ട് ചാടുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്തായാലും ഈ കണ്ണൂരെ ഈ 2 മണ്ഡലങ്ങളിൽ ജയിച്ചാലും തോറ്റാലും CPM-നകത്ത് വെടിപൊട്ടു എന്നുള്ള കാര്യത്തിൽ അത് യാതൊരു സംശയമില്ല. കാരണം CPM-നകത്ത് ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും പുറത്തു വരാവുന്ന ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. കാരണം അവർ ഈ പറയുന്ന ജനാധിപത്യം ഒന്നും പാർട്ടിക്കുള്ളിലില്ല. ഒരു സംഘം ആൾക്കാർ പണം സമ്പാദിക്കുന്നു, ഒരു സംഘം ആൾക്കാർ മാഫിയകളെ പോലെ പ്രവർത്തിക്കുന്നു. ഇതിനകത്ത് വീർപ്പ് കൊണ്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം സംരക്ഷണം കിട്ടുന്നവരാണ് ഈ പുറത്തിറങ്ങി ഈ നാട്ടിലെ അരാജകത്വം സൃഷ്ടിക്കുന്നത്. ഇതിനെതിരെ പോലീസ് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യസ്ഥരായ പോലീസുകാർ പറയുകയാണ്, നിങ്ങളുടെ വീടിന് ചുറ്റും CCTV വെച്ച് രക്ഷപ്പെടാൻ നോക്കുക എന്ന് പറയുന്നത്. അത് എല്ലാവരെയും കൊണ്ട് നടക്കുന്ന കാര്യമാണോ? ഈ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വീടിന് ചുറ്റും ഇത് വെക്കുക എന്ന് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി CCTV വെക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. അപ്പം അതിന് കാരണം കൃത്യമായ രീതിയിൽ കേസ് എടുക്കുന്നില്ല, പ്രതികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഈ പ്രതികളാക്കപ്പെട്ടവരെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല, കോടതിയിലേക്ക് കൊണ്ടുപോകാനായി പോകുമ്പോൾ CPM-ന്റെ പ്രവർത്തകർ വന്ന് ജയിൽ വിളിച്ചാണ് അവരെ അവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു അരക്ഷിതമായ ചുറ്റുപാടിലാണ് കേരളത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ചുറ്റുപാടിലേക്കാണ് ഒരു പുതിയ മന്ത്രിസഭ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ UDF എന്നുള്ള മന്ത്രിസഭ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ക്രമസമാധാന പ്രശ്നങ്ങളായിരിക്കും ആ സർക്കാരിനെ ആദ്യ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അലട്ടാൻ പോകുന്നത്.